പെസഹക്കാലം 2-ാം വാരം വെള്ളി. അടുത്തൊരു നാൾ IC യൂണിറ്റിലെ രോഗിക്ക് രോഗിലേപനം കൊടുത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മറ്റു രോഗിയുടെ ബന്ധുക്കളും ദുഃഖിതരായി പ്രാർത്ഥിക്കുകയായിരുന്നു. എന്നാൽ രോഗിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് യേശുവിന് വ്യക്തമായി അറിയാം. അനുഗ്രഹഭവനിൽ പ്രാർത്ഥനാ സഹായം തേടുന്നവരും ധ്യാനിക്കാൻ വരുന്നവരും ജീവിത പരീക്ഷണങ്ങളിൽ തകർന്നവരാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഒരു വലിയ ജനക്കൂട്ടത്തിന് ഭക്ഷണം കൊടുക്കണം എന്ന് യേശു ഫിലിപ്പോസിനോട് ആവശ്യപ്പെടുന്നതും ഒരു വലിയ പരീക്ഷണം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, ഒന്നാമതായി യേശു എന്ത് ചെയ്യണമെന്ന് മനസ്സിൽ തീരുമാനിച്ചിരുന്നു. രണ്ടാമതായി യേശു ഫിലിപ്പോസിനെ പരീക്ഷിക്കുകയായിരുന്നു. എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും യേശുവിൻ്റേതായ ഉത്തരമുണ്ട്. എന്നാൽ യേശു ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനം മാറ്റുവാൻ സാധിക്കുമോ? മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 3-ാം തിരുവചനത്തിൽ കുഷ്ഠരോഗി പ്രാർത്ഥിക്കുന്നു, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. കുഷ്ഠരോഗി തൻ്റെ നീറുന്ന പ്രശ്നം കർത്താവിന് വിട്ടുകൊടുക്കുകയാണ്. അങ്ങേ തിരുമനസ് എൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചു. സോളമൻ രാജാവ് തൻ്റെ ജനതയെ ഭരിക്കുവാനുള്ള വിവേകം മാത്രം കിട്ടുവാൻ പ്രാർത്ഥിച്ചപ്പോൾ ചോദിക്കാത്ത അനുഗ്രഹങ്ങൾ സമർത്ഥമായി സോളമൻ രാജാവിന് നൽകി, സമ്പത്തും മഹത്വവും. എന്നാൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പ്രലോഭനങ്ങളുടെ മുള്ളു മാറ്റുവാൻ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. അതാണ് പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ദൈവികമായ പദ്ധതി.